അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദില്ലി നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ. ദില്ലിയിലെ 70 അംഗ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലയിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യത്തെ ജില്ല നോർത്ത് ദില്ലിയാണ്. നോർത്ത് ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും 4 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സെൻട്രൽ ദില്ലിയാണ്. സെൻട്രൽ ദില്ലിയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസും 5 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഈസ്റ്റ് ദില്ലിയാണ്. ഈസ്റ്റ് ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും 5 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റ് വരെ BJPയും 5 സീറ്റ് വരെ AAPയും നേടാനാണ് സാധ്യത. അവിടെ കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല നോർത്ത് ഈസ്റ്റ് ദില്ലിയാണ്. നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും 4 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല നോർത്ത് ഈസ്റ്റ് ദില്ലിയാണ്. നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും 5 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സൗത്ത് ദില്ലിയാണ്. സൗത്ത് ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസും 6 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സൗത്ത് വെസ്റ്റ് ദില്ലിയാണ്. സൗത്ത് വെസ്റ്റ് ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 2 സീറ്റുകൾ വരെ കോൺഗ്രസും 5 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല വെസ്റ്റ് ദില്ലിയാണ്. വെസ്റ്റ് ദില്ലിയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് കോൺഗ്രസും 6 സീറ്റുകൾ വരെ AAPയും നേടാനാണ് സാധ്യത. നിലവിലെ നിയമസഭയിൽ 8 സീറ്റുകളുണ്ടായിരുന്ന BJP 15 സീറ്റുകൾ വരെയും സീറ്റുകളൊന്നും നിലവിലില്ലാത്ത കോൺഗ്രസ് 10 സീറ്റുകൾ വരെയും 62 സീറ്റുകളുണ്ടായിരുന്ന AAP 45 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത. 70 അംഗ നിയമസഭയിൽ 36 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്.